a television anchor, a professional model, a film actress, and a former Miss Kerala. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ദ ബോൾഡ് ആൻഡ് എലക്വന്റ് മിസ് രഞ്ജിനി ഹരിദാസ്. മലയാളി FM-ലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് രഞ്ജിനിക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ ദിവസവും പോലെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഓണമൊക്കെ അടിച്ചു വിളിച്ചായിരുന്നോ? ഓണത്തിന് പറയാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ കാണാതെ പോയി. ഇപ്പൊ വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഓണമായി മാറി എന്റെ ഇത്തവണത്തെ. അല്ലാതെ എന്റെ കുറെ ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിലൊരു 10-15 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെയായിരുന്നു ഓണം. അപ്പൊ ഓണ സദ്യയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? ആ, വീട്ടിൽ ഞങ്ങൾ പോട്ട്ലക്ക് ചെയ്തു. അപ്പം എന്റെ അമ്മ കുറച്ച് ഡിഷസ് ഉണ്ടാക്കി, എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഡിഷസ് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരും എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാവിലെ എല്ലാവരും എത്തി. ഞങ്ങൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഉള്ളല്ലോ, 10 ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ സമയമില്ല. തിരുവോണ ദിവസം തന്നെ രാവിലെ അങ്ങ് എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് പൂക്കളൊക്കെ അന്ന് തന്നെ ഇട്ട് അന്ന് തന്നെ എല്ലാം തീർത്തു ഒറ്റ ദിവസത്തില്. അപ്പോ രഞ്ജിനി ഒന്നും കുക്ക് ചെയ്തില്ല എന്നാണോ പറഞ്ഞത്? 100%. രഞ്ജിനി ഫണ്ട് ചെയ്തേ ഉള്ളൂ. രഞ്ജിനി വീട് സ്പോൺസർ ചെയ്തു. ഓക്കെ, രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തിയെ രഞ്ജിനി തന്നെ എങ്ങനെ ഒരു 1-2 വരിയിൽ വിശേഷിപ്പിക്കും? ഐ ആം ഹ്യൂമൻ. ഞാനൊരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. എനിക്ക് എന്നെ കുറിച്ച് കോൺഫിഡന്റ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഫാക്ട്. ബാക്കി എന്ത് പറഞ്ഞാലും അത് ഡിബേറ്റബിൾ ആയിപ്പോ. ഇത് തന്നെ ഡിബേറ്റബിൾ ആയിരിക്കും ചിലപ്പോ ആൾക്കാർക്ക്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ആഡ് ടു ഇറ്റ്. ബാക്കിയൊക്കെ നമ്മളുടെ യു ആർ ബോൺ, ജനിച്ചു, അതിനുശേഷം വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് ഇസ് ബിക്കോസ് ഓഫ് അതർ തിങ്സ്, ബിക്കോസ് ഓഫ് ലൈഫിലെ നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സ്കൂൾ, അതിലൊക്കെ എനിക്ക് പങ്കില്ല. ജനിച്ചപ്പോൾ ഞാൻ ഈ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ചോദിച്ച് കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതെന്റെ മിഡിൽ നെയിം ആണല്ലോ. കോൺട്രവേഴ്സി എന്താ പറയാ, കൂടപ്പുറപ്പായി പോയി അല്ലേ? ഞാനിപ്പോ പ്രത്യേകിച്ച് അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കൊടുപ്പുറപ്പായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് തന്നോളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ഇത് ലക്കിലി റെക്കോർഡർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വല്ല പത്രമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മാറ്റി വേറെ എഴുതി കോൺട്രവേഴ്സി ആക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും. ഞാൻ ഭയങ്കര സ്മാർട്ട് ആണെന്നോ ഇന്റലിജന്റ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് എന്നെ തന്നെ ഏറ്റവും നല്ലവണ്ണം അറിയാം. സോ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൽ ഞാൻ കൂടുതൽ ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ഇറ്റ്. ബിക്കോസ് എന്റെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് ഞാൻ തന്നെയാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും ബെസ്റ്റ് ജഡ്ജ് നമ്മൾ തന്നെ ആയിരിക്കും. ബിക്കോസ് നമ്മളുടെ ഏറ്റവും നല്ല കാര്യങ്ങളും ഏറ്റവും ചീത്ത കാര്യങ്ങളും നമുക്ക് തന്നെ അറിയും. അത് എന്റെ അമ്മയ്ക്ക് പോലും അറിയണ്ടാവില്ല, എന്റെ ഫാമിലിക്ക് പോലും അറിയണ്ടാവില്ല. ബിക്കോസ് നമ്മുടെ പ്രൈവസിയിലും നമ്മൾ പബ്ലിക്കിലും ഏതൊരു മോഡിലും ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും വി നോ ourselves best. സോ അതെനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നിട്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ കുറവുകൾ. അത് എനിക്ക് തന്നെ അറിയാം. അതിപ്പം ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രായം ഇപ്പൊ എനിക്കായി. ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മള് കുറച്ചുകൂടെ amateur ആയിട്ട് പെരുമാറും. ഇപ്പം ഐ ആം വെരി കോൺഫിഡന്റ് ഇൻ ദി പേഴ്സൺ ഐ ആം. സോ നത്തിങ് റിയലി എഫക്ട്സ് മീ. ഓക്കെ, 21 വയസ്സിന് ശേഷമാണ് കേരളം വിടുന്നത് അല്ലെ? എനിക്കൊന്ന് ബാംഗ്ലൂർ പഠിക്കാൻ പോയി, അതിനുശേഷം UK പോയി അല്ലേ? ശരിയല്ലേ? 21 കോളേജ് കഴിഞ്ഞിട്ട് 21 years കോളേജ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ പോയി. 21 വയസ്സ് വരെ കേരളത്തിൽ വളർന്ന രഞ്ജിനിക്ക് എന്തുകൊണ്ടാണ്, എവിടെയാണ് ആ ഒരു മലയാളം ആക്സന്റ് നഷ്ടപ്പെട്ട് തുടങ്ങിയത്? ഐ തിങ്ക് അതിനൊരു വെരി സിമ്പിൾ റീസണിംഗ് ഉള്ളൂ. ഞാൻ എന്റെ ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കോളേജ് ആൻഡ് സ്റ്റഡീസ് വർക്ക് ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ കൂടുതലും സംസാരിച്ചത് ഇംഗ്ലീഷാണ്. മലയാളം ഞാൻ കേരളത്തിൽ അങ്ങനെ സ്കൂളിൽ യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഫ്രണ്ട്സിന്റെ കൂടെ ഐ ഓൾവേസ് സ്പോക്ക് ഇംഗ്ലീഷ്. കോളേജിൽ പോയപ്പോൾ ഞാൻ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് എന്റെ വർക്ക് എംസിങ് വാസ് ഇംഗ്ലീഷ്. ഞാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ കൂടുതൽ കോൾ സെന്ററിലായിരുന്നു. അമേരിക്കയിലെ ആൾക്കാരായിരുന്നു ഫോൺ വിളിക്കുന്നത്. അവിടെ അമേരിക്കൻ ആക്സെന്റ് ഉള്ള ഇംഗ്ലീഷ്. പിന്നെ ഞാൻ UK പോയി, അവിടെ UK ആക്സെന്റ് ഉള്ള ഇംഗ്ലീഷ്. പിന്നെ തിരിച്ചിവിടെ വന്നു. ഇതൊക്കെ കൂടെ ഒരു മിക്സ്ചർ ആയ ഒരു സാധനമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇവിടെ എത്തി. പിന്നെ ആണ് സ്റ്റാർസിംഗിനും സാഹസിന്റെ ലോകമൊക്കെ വന്നത്. പിന്നെ മലയാളികളുടെ കൂടെയായിരുന്നു ഞാൻ ജീവിച്ചത്. ലിറ്ററലി ഞാൻ ലോകം ഏഷ്യനെറ്റ് ആയിരുന്നു ഫോർ മെനി ഇയേഴ്സ്. ഏഷ്യനെറ്റും സ്റ്റേജ് ഷോസും അങ്ങനത്തെ ആർട്ടിസ്റ്റും അങ്ങനത്തെ ഓഡിയൻസും. സോ നാച്ചുറലി ഔട്ട് ഓഫ് നീഡ് ആൻഡ് നെസസിറ്റി ഇൻവെൻഷൻസ് കം അല്ലെ. അതുപോലെയാണ് ഞാൻ മലയാളം പിന്നെ വീണ്ടും തിരിച്ച് മലയാളത്തിന്റെ ആ വേൾഡിലേക്ക് കടന്നത്. ഇന്ന് ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. ഐ കൻ സ്പീക്ക് ദ ലാംഗ്വേജ് വെരി വെൽ. അതിൽ പിന്നെ ഇംഗ്ലീഷ് കയറി വരുന്നത് എന്റെ ഒരു നാച്ചുറൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ട് ഇറ്റ് കീപ് കമ്മിങ്. പക്ഷെ 100% മലയാളം ഇസ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ ഇന്നും. കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അത് വന്നു. എനിക്ക് തോന്നുന്നു ഏതൊരു 1-2 ഇന്റർവ്യൂല് രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, somewhere you felt കേരളയുടെ ഒരു കൾച്ചർ was making you uncomfortable എന്ന്. What I said is
at a particular age, or I was young, yeah. Before, if I'm 32, and today I can handle anybody and any person better because I am a fully developed, grown human being who knows her rights, her duties, her responsibilities, and laws. ഞാനൊരു 14 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെ ഐ എം ജസ്റ്റ് ഗ്രോയിങ് അപ്പ്. എന്റെ ഒപ്പീനിയൻസ് ഫോം ആവുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിൽക്കുമ്പോൾ ആ ഒപ്പീനിയൻസ് ഫോം ആവുമ്പോൾ ആൾക്കാർ എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞാലോ എന്റെ അടുത്ത് വല്ലതും പറഞ്ഞാലോ അതെങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആൾക്കാരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ. അപ്പം അതിനെങ്ങനെ നമ്മൾ തിരിച്ചു പറയുമെന്ന അറിവില്ലായ്മ കൊണ്ട് ഐ ഫെൽറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ലിവ് ഇൻ കേരള. എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇന്നും വളരെ നല്ല രീതിയിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു ലിവ് ഇൻ കേരള. ഞാൻ കേരളത്തിലെ കൾച്ചർ മോശമാണെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അന്ന് കേരള എന്താണോ, അന്ന് മലയാളികൾ എന്താണോ, എല്ലാ മലയാളികളല്ല, അന്ന് ഞാൻ ജീവിച്ച സമൂഹം എന്തായിരുന്നോ. ഓക്കെ, വളരെ ഒപ്പീനിയനേറ്റഡ് ആയ ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ, അല്ലെ? എല്ലാത്തിനും കുറിച്ചൊരു അഭിപ്രായമുണ്ട് എല്ലാവർക്കും. സ്വന്തം ജീവിതത്തെ നോക്കാതെ, അത് നമുക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ലോകത്ത് എല്ലായിടത്തും തന്നെയാണ് പ്രശ്നം. ഓക്കെ, ലൈഫിലും. സോ അങ്ങനത്തെ ഒരു ഒപ്പീനിയനേറ്റഡ് ഒരു സൊസൈറ്റിയിൽ വളർന്നു വരുന്ന ഒരു യങ് ഗേൾ, ഐ ഡിഡ്ന്റ് നോ ഹൗ ടു അക്സെപ്റ്റ് ഇറ്റ്. I didn't want to hear it. മനസ്സിലായില്ലേ? എനിക്ക് എന്റെ ഫാമിലിയോ എന്റെ വല്യമ്മയോ എന്റെ വല്യച്ഛനോ എന്റെ നെയ്ബറോ എന്റെ സ്കൂളിലെ ടീച്ചറോ എന്റെ ഹൂഎവർ, എന്റെ ഡ്രൈവറോ എന്റെ ആരും ഒന്നും, അന്ന് ഡ്രൈവറൊന്നും ഇല്ലായിരുന്നു. ഐ മീൻ അങ്ങനെ ആരും പറയുന്നത് കേൾക്കാൻ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. എന്തിനാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം എന്നൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് എനിക്കും എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഹൗ വി ആർ. വി ബോൺ ലൈക്ക് ദാറ്റ്. സോ ഞാൻ സൊസൈറ്റീനെ മാറ്റാനോ സൊസൈറ്റീനെ കുറ്റം പറയാതെ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അതിനനുസരിച്ച് വളരണം, അല്ലെ? സോ ആ ഒരു മാറ്റമാണ് എന്നിൽ തന്നെ വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ദ സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ് ഓർ കേരള ഹാസ് ചേഞ്ച്ഡ് ഓർ ദ കൾച്ചർ ഹാസ് ചേഞ്ച്ഡ്. കേരള ഇസ് അമേസിംഗ്. കേരളയുടെ നല്ല കാര്യങ്ങൾ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. ഏർലിയർ ഞാൻ വളർന്നു വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ. ദാറ്റ്സ് നാച്ചുറൽ. ഞാൻ പറഞ്ഞിരുന്നു, once I said I didn't like Malayalis or I didn't like Kerala because I did not know what the good things were. ഞാൻ അതിനെ നോക്കിയിട്ടില്ല. Today I am happiest to live in Kerala and I love my closest friends and my closest people are all Malayalis. And കൊച്ചി വിട്ടിട്ട് ഒരിക്കലും എനിക്ക് എവിടെയും പോയിട്ടില്ല because I'm a true blue Kochi girl, you know. നമ്മളിൽ തന്നെ വരുന്നൊരു മാറ്റമാണ്. ഇറ്റ്സ് നോട്ട് സമൂഹത്തിൽ വരുന്നൊരു മാറ്റമല്ല, സൊസൈറ്റി അല്ല, കൾച്ചറിൽ വരുന്നൊരു മാറ്റമല്ല. നമ്മൾ വളരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. ആൻഡ് കുറച്ചുകൂടെ എല്ലാത്തിനെ കുറിച്ച് അറിവ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഇറ്റ് കംസ് വിത്ത് ഏജ്, ഇറ്റ് കംസ് വിത്ത് എക്സ്പീരിയൻസ്, ഇറ്റ് കംസ് വിത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇറ്റ് കംസ് വിത്ത് ഓൾ ദാറ്റ്, യു നോ. ഇറ്റ്സ് എ കോമ്പിനേഷൻ. രഞ്ജിനിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ഗാനം കേട്ടിട്ട് വരാം. അത് രഞ്ജിനിക്ക് ഇഷ്ടമുള്ളൊരു പഴയ സോങ് തന്നെ ആവട്ടെ. മേ ബി ഒരു 1980s 1990s ഒരു പാട്ട് സജസ്റ്റ് ചെയ്യാം. 80s ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ റിയലി ലൈക്ക് ദി സോങ്. കൂടുതൽ ഐ ഡോണ്ട് നോ ഇൻഫർമേഷൻ ഓൺ, ഐ മീൻ ഐ ഷുഡ്, ഞാൻ ആലോചിച്ചില്ല, ബട്ട് ഓഫ് ദി ബാക്ക് ഓഫ് മൈ ഹെഡ് ഐ റിയലി ലൈക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ തേനും മായമ്പും, ഓർ ഓം മൃദുലേ. ഓ ഡെഫിനറ്റ്ലി, ഞങ്ങളത് രഞ്ജിനി ഹരിദാസ്. whichever you like, yeah. And when we return, catch the funny side of Ranjini Haridas. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിത്ത് മഞ്ജിത്ത്. എൻജോയ്. This is Ranjini Haridas and Manjithന്റെ കൂടെ on your favorite show Life is Beautiful. ഒരു മാട്രിമോണിയൽ ആഡ് ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? Never. Okay, അങ്ങനെ ഇടുകയാണെങ്കിൽ, I'm not like that. പക്ഷെ അങ്ങനെ ഇടുകയാണെങ്കിൽ രഞ്ജിനിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? ഒരു വിവരണം എങ്ങനെയായിരിക്കും അത് കാണാൻ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു ആഡ് ഇടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇനി ഈ ഒരു ഷോയിൽ എനിക്ക് അതൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം ഉണ്ടാക്കാം. 32 ഫെയർ നായർ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇങ്ങനെ എഴുതിയാൽ ഞാനങ്ങനെ മനസ്സിലാവില്ല, അതുകൊണ്ട് കുറച്ച് പ്രപ്പോസൽ കിട്ടും. 32 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത നായര് പെൺകുട്ടി, കൊച്ചിയിൽ വീട്, അനിയൻ ശ്രീപ്രിയൻ, അമ്മ പേര് 6 ഇഞ്ച് പൊക്കം. ഇത്രയും പറഞ്ഞാൽ ചിലപ്പോ കുറച്ച് പ്രപ്പോസൽ കിട്ടും. ഇനി എന്റെ പേര് എഴുതി അതോടെ അതും തീർന്നു. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഇവിടെ US-ലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഇവര് സ്കൈപ്പ് വഴിയൊക്കെയാണ് നാട്ടില് പെമ്പിള്ളേരെ. I know, I find it very funny. I find everything very funny. But I mean, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട് ഈ ഒരു ലോകത്തില്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ലോകമെമ്പാടും ഇത് ഇപ്പണി തന്നെയാണ്. ഭയങ്കര കോമഡിയാണ്. ഈയിടയ്ക്ക് നമ്മുടെ ഒരു പയ്യൻ ഇങ്ങനെ സ്കൈപ്പ് ഒക്കെ വെച്ചിരിക്കുമ്പോ പെൺകുട്ടി ചോദിച്ചു കുടിക്കാറുണ്ടോന്ന് ചോദിച്ചു. ആദ്യമായിട്ട് സംസാരിക്കുക. അപ്പോഴത്തേക്കും അവൻ കുടിക്കാറുണ്ട്, പക്ഷെ ഇവൻ എന്തോ ഒരു ഇതിൽ അവൻ വിചാരിച്ചു പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ കുടിക്കാറില്ല. അപ്പൊ ആ കുട്ടി തിരിച്ചു പറഞ്ഞു, ഇല്ല ഞാൻ മിക്ക ദിവസം കുടിക്കും, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു.
ഏതാണ്ട് ഇപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പോയി അവിടെ. അതെ അതെ, അതുകൊണ്ടാ കല്യാണം നടന്നില്ല. പിന്നെ അവന് ഞാൻ കുടിക്കുന്നു പറയാനും പറ്റിയില്ല, അതുകൊണ്ടാ പറ്റിയില്ല. അപ്പൊ നമ്മുടെ അഭിമാന പ്രശ്നമല്ലേ. അതെ അതെ. ഓക്കെ, അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ രഞ്ജിനിക്ക് ഒരു 3 ഓപ്ഷൻസ് തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. കല്യാണം കഴിക്കാനായിട്ട് ഒരു 3 പയ്യന്മാരുടെ പേര് ഞാൻ പറയാം. ഇതൊരു ആളുകളുടെ പേരല്ല, ഒരു ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി. നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്കകത്ത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മെയിൻലി ലേഡീസ് ഇഷ്ടപ്പെട്ട 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഒരു പാവം നാട്ടിൻപുറത്തുകാരനായ നിവിൻ പോളി, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ദുൽഖർ സൽമാൻ, അല്ലെങ്കിൽ വളരെ മെച്യൂർഡ് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫഹദ് ഫാസിൽ. അപ്പൊ ഞാൻ ആക്ടേഴ്സ് അല്ല ഉദ്ദേശിക്കുന്ന, ഒരു ക്യാരക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആരെയായിരിക്കും രഞ്ജിനി ചൂസ് ചെയ്യാം? ഐ തിങ്ക് പേഴ്സണാലിറ്റി, ആ ഒരു ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി വൈസ് ദുൽഖറിന്റെ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ ശരിക്കും എനിക്ക് ശരിക്കും ഞാൻ എന്റെ പേഴ്സണൽ ഇഷ്ടം ആ ദുൽഖറിന്റെ ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് കുറച്ച് മെച്ചൂറായ ആളാണ് ശരിക്കും വേണ്ടത്. ബിക്കോസ് മെച്ചൂർ തന്നെ കുറച്ച് ഇരുത്താൻ വന്ന ഒരാളാണ് വേണ്ടത്. ബിക്കോസ് ഞാൻ ഭയങ്കര കലവിലാണല്ലോ, ഞാൻ കുറച്ച് കെയർ ഫ്രീ ആണല്ലോ. സോ ടെക്നിക്കലി എനിക്കൊരു കറക്റ്റ്, എല്ലാരും പറയും കറക്റ്റ് മാച്ച് ആവുന്നത് ആ മറ്റേ ഫഹദിന്റെ ക്യാരക്ടർ ആണെന്ന്. പക്ഷെ ഐ പ്രിഫർ ഇറ്റ്സ് മോർ ഫൺ വിത്ത് ദുൽഖർ. ഐ മീൻ ഒന്നും ആലോചിക്കാതെ ലൈഫ് ലിവ് ചെയ്യാൻ ഐ തിങ്ക് ദാറ്റ്സ് അമേസിംഗ്. ഇറ്റ്സ് നോട്ട് ഈസി, യുനോ. പക്ഷെ അതേപോലെ പ്രോബ്ലം ഇസ് അങ്ങനത്തെ ഒരാൾക്ക് ഒരു സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇറ്റ്സ് എ പ്രോബ്ലം. അതാണ് ഈ മെച്ചോറിറ്റി, അതാണ് എന്റെ പ്രോബ്ലം, യുനോ. എനിക്ക് പിന്നെ ഐ എം ഓൾവേസ് ഐ എം വെരി ഡിഫിക്കൽട്ട് പേഴ്സൺ ടു പ്ലീസ്. 3 പേരും ആയിക്കോട്ടെ. പാഞ്ചാലി പോലെയൊക്കെയാണോ? കിടക്കട്ടെ, ഞാനിത് പറയല്ലോ. കല്യാണം വേണമെന്നൊന്നുമില്ല. നോട്ട് എനിമോർ. എല്ലാം മതിയായല്ലേ? No, it's all ഞാൻ പറഞ്ഞില്ലേ. I don't believe in all that. I don't believe that anything is necessary. The only thing necessary for life, ജീവിതത്തിലാകെ അത്യാവശ്യം എന്ന് പറയുന്നത് ഭക്ഷണവും വായുവും താമസിക്കാൻ ഒരു ചെറിയ വീടും എന്താണെന്ന് വെച്ചാലാണ്. അത്രേ ഉള്ളൂ. അതാണ് നെസസറി. ബാക്കിയൊക്കെ സൊസൈറ്റി ഉണ്ടാക്കിയ കാര്യമല്ലേ. എവറിത്തിങ് ആയി. സോ അങ്ങനെ ഞാൻ കുറച്ച് അങ്ങനത്തെ ഒരു ട്രാക്ക് ആട്ടോ. അപ്പൊ ഇനി 10-15 വർഷം കഴിഞ്ഞ് ഹിമാലയത്തിന്റെ മുകളിലിരിപ്പുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് ഫുൾ ആയിട്ട് എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ടേ പോകും. അത് വേറെ വേൾഡ്ലി ആണ്. ഐ എം വൺ ഓഫ് ഇറ്റ്. ഐ എം ജസ്റ്റ് ലൈക്ക് എവരിബഡി എൽസ്. എല്ലാവരെയും പോലെ ആഗ്രഹങ്ങൾ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അത്യാഗ്രഹമൊന്നുമില്ല. പക്ഷെ എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഐ വോണ്ട് ദി ബെസ്റ്റ് ഫോർ ദം, യു നോ, ലൈക്ക് എവരിബഡി. അതുകൊണ്ട് നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ലൈഫിൽ. യുനോ ടുമോറോ ഐ കുഡ് ഡൈ, ഐ കുഡ് ലിവ്, എന്നിട്ട് ഇപ്പൊ ജീവിക്കാം. അപ്പോ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് ഒരു അടിച്ചു പൊളിച്ച് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത്. അടിപൊളി പാട്ട്. ഓക്കെ, മലയാളം. അടിപൊളി പാട്ട്. വി സ്പോക്ക് അബൌട്ട് ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ? അപ്പൊ ലെറ്റ്സ് ഹാവ് മാംഗല്യം. മാംഗല്യത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലേ? ഓക്കെ, അപ്പൊ അതന്നെ ആയിക്കോട്ടെ. എന്തായാലും 3 പേരെ നോക്കി വെച്ചിരിക്കുകയാണല്ലോ, ആ പാട്ട് തന്നെ ആപ്പാം. I think the best character in that was Nazriya, because she got to be, you know, loved by all 3. True. That's the fun place to be. Exactly. In the next segment, Ranjini Haridas speaks about the criticisms that she faced. So please stay tuned. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Life is Beautiful with Manjit. Enjoy. This is Ranjini Haridas and Manjit Pillakode on your favorite show, Life is Beautiful. രഞ്ജിനിക്ക് ഇന്ന് ഒരുപാട് ആരാധകരുണ്ട്, പക്ഷെ അതോടൊപ്പം ഒരുപാട് വിമർശനവും നേരിടേണ്ടി വരുന്നുണ്ട്. രഞ്ജിനി ഹരിദാസ് എന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇത്രയും വിമർശനം നേരിടേണ്ടി വരുന്നത്? ആർക്കും എന്നെ അറിയില്ല. എല്ലാവർക്കും രഞ്ജിനി ഹരിദാസ് എന്ന ആങ്കറിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഒപ്പീനിയൻ നല്ലതാവണം ചീത്തയാവണം. വ്യക്തിപരമായി എന്നെ അറിയാവുന്നത് എന്റെ കുടുംബത്തിലെ എന്റെ കൂട്ടുകാർക്കും എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ ഞാൻ കൂടെ വ്യക്തിപരമായി. പക്ഷെ ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ലല്ലോ. ദിസ് ഇസ് നോട്ട് പേഴ്സണൽ, റൈറ്റ്? ദിസ് ഇസ് പ്രൊഫഷണൽ. ആൻഡ് ഒരാളെ പ്രൊഫഷണലി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാനും ചീത്ത കാര്യങ്ങൾ പറയാനും ആൾക്കാരുണ്ടാവും. ആൻഡ് അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അവരുടെ ഒപ്പീനിയൻസ് അവരുടേത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, വളരെ ഒപ്പീനിയനേറ്റീവ് ആയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ പോലെ തന്നെ എനിക്കും അഭിപ്രായമുണ്ട്. എനിക്ക് എന്തിഷ്ടം, എനിക്ക് ആരെ ഇഷ്ടം, ആരിഷ്ടമല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് അവർ എന്നെ കുറിച്ച് ഇത്ര അധികം പറയുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. എത്രയോ ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് ഞാൻ, അല്ലെ? ക്വസ്റ്റ്യൻ. Why are they talking so much about me? ഞാനൊരു കാര്യം പറഞ്ഞാൽ why is it a big problem? What is it that? Why? ആ ഒരു ചോദ്യത്തിന് ഐ റിയലി ഡോണ്ട് നോ. ഒന്നെങ്കിൽ എനിക്ക് കൊമ്പുണ്ടാവും, അല്ലെങ്കിൽ വാലുണ്ടാവും. എന്റെ പേര് വരുമ്പോ ഇറ്റ്സ് റിയലി ഫണി. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഫണി ബിക്കോസ്
ഞാൻ എന്റെ കാര്യം ചെയ്ത് നോക്കി ജീവിച്ചു പോകുന്നു, മനസ്സിലായില്ലേ? ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് എൽസ്. എന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ ഒപ്പീനിയൻ പറയും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഞാനൊന്നും പറയാനും പോകുന്നില്ല, കേൾക്കാനും പോകുന്നില്ല. So it's very funny. I find it very amazing. But then, as I said, I believe that എന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ അഭിപ്രായം പറയണം, because I have an opinion. That's why. I don't know why people don't. എന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്നത് എനിക്കറിയില്ല. പിന്നെ എന്നെ അല്ല ഇഷ്ടപ്പെടാത്തൊന്നും എനിക്കറിയാം, ബിക്കോസ് എന്നെ ആർക്കും അറിയില്ലല്ലോ. ഞാൻ ആരാണ് എന്ന് അവർക്കറിയില്ല. രഞ്ജിനി ഹരിദാസ് എന്ന ആങ്കറിനെ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ശരി, നോ പ്രോബ്ലം. പിന്നെ ഒരു പക്ഷേ ഞാനിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതായിരിക്കാം. ആൾക്കാർക്ക് സത്യം മുഖത്ത് നോക്കി പറയുന്ന ഇഷ്ടമല്ലല്ലോ പൊതുവെ. എന്റെ ലൈഫ് ഏറ്റവും വലിയ എന്റെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും അത് തന്നെയാണ്. ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും. ഞാൻ ശരിക്കും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ so I don't know why people hate me. Or love me, but it's okay. It's nice. It's all fun. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു ഐ തിങ്ക് ഒരു രണ്ട് ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരുമ്പോഴാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ലൈഫ് ആവുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോലെ. ഐ ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് വെരി ഫണ്ണി മാൻ ദാറ്റ് പീപ്പിൾ ഹാവ് എൻ ഒപ്പീനിയൻ ഓൺ മീ. എന്നെ അറിയാത്ത ആൾക്കാർക്ക് എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ ഒപ്പീനിയൻ. അപ്പൊ അത് എനിക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നുന്നു. ആങ്കിളിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ഓക്കെ, എന്റെ കുടുംബത്തിനെ കുറിച്ച് അഭിപ്രായം, അമ്മേനെ കുറിച്ച് അഭിപ്രായം, എന്റെ പട്ടീനെ കുറിച്ച് അഭിപ്രായം, ഭയങ്കര രസമാണ്. ഇതൊക്കെ ഭയങ്കര ഭാഗ്യല്ലേ. It's okay man, like no problem, have an opinion, but I don't have time to have an opinion on your life. Ranjini, maybe that's what is something you need to understand. Manjivam, ee Facebook enike I am opinions ne kurichu I am fully okay with it. Okay, anybody can say anything, പക്ഷെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്, the one thing I have to say is ഈ ഓൺലൈൻ മീഡിയയിൽ ഈ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് ഒപ്പീനിയൻസ് കുഴപ്പമില്ല. എല്ലാം ഈ കൊച്ചിനെ എനിക്ക് ഇഷ്ടമല്ല, ഈ കൊച്ചു ഇത് എന്നെ ഇഷ്ടമല്ല, പക്ഷെ ശരിയൊക്കെ വിളിച്ച് എഴുതുമ്പോ എന്നെ തെറി വിളിക്കുന്നതല്ല എനിക്ക് സങ്കടം. ആ തെറി വിളിച്ചിട്ട് അത് ഓൺലൈൻ മീഡിയയിൽ ഇരിക്കുമ്പോൾ ചെറിയ വളർന്നു വരുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ 10,000 ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ വാട്ട് ദേ ആർ സേയിങ് ഇസ് അത് അക്സെപ്റ്റബിൾ ആണെന്നാണ് അവർ കാണുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവർ വളർന്നു വരുമ്പോൾ ഇവരും ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. സോ ഞാൻ ഈ സൈബർ സെൽ കേസസ് ഒക്കെ ഫയൽ ചെയ്യാൻ കാരണം എന്നെ അവര് എല്ലാം പറഞ്ഞുകൊണ്ടല്ല. ഐ ഡോണ്ട് വോണ്ട് സൊസൈറ്റി ടു ബി ലൈക്ക് ദാറ്റ്. There is no control over things like this, where you can't hold a person responsible for doing something wrong. ഇപ്പൊ ഫോണിൽ വിളിച്ച് നമ്മളിപ്പം ആൾക്കാർ ചലഞ്ച് ചെയ്യാത്ത എന്താ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാം. സോഷ്യൽ മീഡിയ അല്ലെ ഫേസ്ബുക്കിലൊക്കെ ട്രേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഐ ഹാവ് എ സൈബർ കേസ് പെൻഡിങ് ഫോർ 1 year now. ഇതൊരു ട്രേസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം, ബട്ട് ഐ ബിലീവ് ദാറ്റ് അങ്ങനത്തെ ഒരു കാര്യം സ്ട്രെങ്തൻ ആയാലും ഈ ഫേസ്ബുക്കിൽ കാണുന്ന എന്റെ പേജിനെ കുറിച്ചാണ് ഏതൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ പേജിലും യു സീ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ്. ഇറ്റ്സ് വെരി സാഡ്. So those are the things I talk against, and I will always talk against it. And മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കും അതുപോലെ തന്നെ അവരുടെ പേജിൽ കയറി അവരുടെ പ്രൊഫൈൽ കണ്ട് തെറി എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല. We are not made like that. അത് നമ്മുടെ എന്റെ കൾച്ചർ അതല്ല, എന്റെ സംസ്കാരം അതല്ല, അവരുടെ സംസ്കാരമായിരിക്കാം. നമുക്കും അത് ട്രേസ് ചെയ്ത് പോവാമല്ലോ. ബട്ട് ഇറ്റ്സ് വെരി ഫണി. അവർക്ക് ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോഴേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ബുദ്ധിമുട്ടല്ല, നോട്ട് ഫോർ മീ, but അതിന്റെ ഒരു cheapness, but it's okay, let it happen, it's all fun. One day it has to all, what goes around comes around. Karma. Maybe രഞ്ജിനി കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് ജെന്റിൽ ആയിരുന്നെങ്കിൽ ഈ ഒരു വിമർശനം കുറച്ചുകൂടെ കുറയുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതോ would it have stayed like this? Maybe, but I'm not, right? അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. The fact of the matter is, I don't care. I really don't care. ഞാൻ ആകെ കുറച്ചല്ല ഞാൻ കെയർ ചെയ്യുന്നത് എന്നെ അറിയാവുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് അഭിപ്രായം പറയുമ്പോഴാണ്. അതിപ്പോ എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ എൻ്റെ അടുത്ത് വിളിച്ച് വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, വളരെ ക്ലോസ് ആയ കുറച്ച് പേരുണ്ട്. ഇത്രയും പേര് പറഞ്ഞാൽ ഞാൻ കേൾക്കും. എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. അങ്ങനെ ആരും എൻ്റെ അടുത്ത് വലിയ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആകെ ഒരു തെറ്റുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്, കുറച്ചൊരു ടോംബോയിഷ് ആണ്. അതിപ്പോ ചിത്രചേച്ചിയൊക്കെ പറയും കുറച്ച് പെണ്ണിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന്. രഞ്ജിനി ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ അതിനകത്തുള്ള ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഒരുപാട് പേര് ചോദിച്ച് രഞ്ജിനിക്ക് എന്നെ മടുത്തിരിക്കാന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കുത്തിപ്പൊക്കുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടെന്ന് വെച്ചാൽ രഞ്ജിനി ഹാസ് നോ റിഗ്രറ്റ്സ് അല്ലെ? നടന്ന കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ടഫ് സിറ്റുവേഷൻസ്, നോ റിഗ്രറ്റ്സ്. അല്ലെങ്കിൽ I wouldn't be who I am today. ലൈഫിൽ നമ്മൾ എനിക്ക് I have no regrets. See, there are times, sometimes emotionally weak ആവും, sometimes emotionally strong ആവും. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് എന്തുകൊണ്ടത് അങ്ങനെ ആയി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലേ. ലൈഫ് ഹാസ് എ റീസൺ. ദർ ഇസ് എ റീസൺ വൈ എവറിത്തിങ് ഹാപ്പൻസ് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഇപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചെറുപ്പം വളർന്നപ്പം എനിക്ക് ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ 7 വയസ്സ് മരിച്ചു. അപ്പം കുറെ നാൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ഞാൻ പറയില്ലേ. ഇന്ന് അച്ഛൻ അന്ന് പോയപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. എൻ്റെ അമ്മയ്ക്ക് 30 വയസ്സ്, എൻ്റെ ബ്രദറിന് 9 months.
We were a family and grandparents were financially just okay, normal middle class family. He had to take care of us. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടായിരിക്കും എന്റെ ഉള്ളിൽ സ്വന്തം എന്തെങ്കിലും ഞാൻ വർക്ക് ചെയ്യണം എന്നൊരു ഫയർ വന്നത്. അതുകൊണ്ട് ഗോഡ് ഷോഡ് മീ ദി ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഇതുവരെ ലൈഫിൽ മഞ്ജിത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ജോലിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. Till today, tomorrow, I don't know. Devam or whatever you call it, the power or the force. I bought a job to my house every time. വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് വന്നപ്പം വീട്ടിലേക്കാണ് കയറി വന്നത്. സോ അങ്ങനെയൊക്കെ I have been very blessed. So I believe in that completely, I completely believe that there's nothing you need to regret in life. ഞാൻ അച്ഛനെ മരണം പറയാൻ കാരണം that's the biggest example I can give you. Technically. Right. There is nothing bigger I can give you that is a loss for me. Nothing bigger. Because I have nothing. Their Ekka is replaceable. Right. This wasn't. But even that I'm saying has actually in some way helped me become who I am. Yeah. So അതുകൊണ്ട് ആ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. But definitely it's one of our biggest losses. Yeah, I mean അങ്ങനെ റിഗ്രറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ റിഗ്രറ്റ് ചെയ്യണം അല്ലേ. അതിനെക്കാട്ടും ചെറിയ കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ if life gives you an opportunity to go back and change one of your decisions, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, if let's say you time travel, എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ what would you prefer to change? എന്തെങ്കിലും, I know you don't have any regrets, but still if you give what would I prefer to change? Oh God, that's a tough one. Because there's nothing there that I want to change. I'm trying to think what I would change. എന്റെ അപ്പന്റെ വീടിന്റെ ഇപ്പൊ കളർ പിങ്ക് അടിച്ചിട്ടാണോ, അതെനിക്ക് മാറ്റി വൈറ്റ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആക്കിയേനെ. ആണോ? അതിന് നമുക്ക് കുറച്ച് പുട്ടി വാങ്ങിച്ചാൽ മതി. അത്രയും വൃത്തികേടാണ് ഇപ്പോൾ ആ വീട്. അതും ഏറ്റവും കോമഡി എന്റെ വീടല്ല, ഞാനല്ല എടുത്തത്. അപ്പൊ അത് ഭയങ്കര റിഗ്രറ്റ് ആണ് എനിക്ക് ലൈഫിൽ. ഇത്രയും വലിയൊരു റിഗ്രറ്റ് കൊണ്ട് നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല, അത് സത്യമായിട്ട് റിഗ്രറ്റ് ആട്ടോ. ഇപ്പൊ ചോദിച്ചപ്പോ റിഗ്രറ്റ് ഉണ്ട്. ഒന്ന് ആലോചിക്കും, ഒരു വൃത്തിയായിട്ട പിങ്ക് കളർ. എന്റെ അമ്മേ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു അവതാരക ആയിരുന്നല്ലോ രഞ്ജിനി ഹരിദാസ്. എന്നാൽ രഞ്ജിനി തന്നെ സ്റ്റാർ സിംഗറിന്റെ ഒരു ഓഡിഷന് പോവുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ജഡ്ജസിന് ഇംപ്രസ് ചെയ്യാൻ പാടുക? അയ്യോ, ഏത് പാട്ടാന്ന് ചോദിച്ചാൽ അവിടെ മ്യൂസിക് ഒക്കെ വേണമല്ലോ. മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ I probably do stuff like ഒന്നും ഇല്ലാതെ പാടിയാൽ കേൾക്കാൻ ഒട്ടും കൂടില്ല. I'll sing a slow song. I'll sing one of my favorite songs. Slow song ആണ്, ബിക്കോസ് നമ്മള് ഫോണിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് അടിപൊളി പാടിയാൽ വളരെ മോശം. സ്ലോ പാടിയാൽ കുറച്ചുകൂടെ ബലമായിരിക്കും. I'll sing a song. I'm a huge romantic at heart. കുറച്ച് കാണിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ. I really like this song, Pehla Nasha. Okay. चाहे तुम कुछ ना कहो, मैंने सुन लिया कि साथी प्यार का मुझे चुन लिया मैंने सुन लिया. ഈ ഒരു പാട്ടിന് ശേഷം നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആൻഡ് രഞ്ജിനി സ്പീക്സ് അബൌട്ട് പൊളിറ്റിക്സ്, സരിത എസ് നായർ ആൻഡ് മോർ. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വിത്ത് മഞ്ജിത്ത്. എൻജോയ്. This is Ranjini Haridas and Manjithന്റെ കൂടെ on your favorite show Life is Beautiful. സ്റ്റാർ സിംഗറിൽ നിന്ന് രഞ്ജിനി പോയതിനു ശേഷം ആ സ്റ്റാർ സിംഗറിന്റെ ഒരു ചാം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കങ്ങനെ തോന്നുന്നില്ല. ചില ആൾക്കാർ ചിലർ നന്നായി പറയുന്നത് അവര് ഇന്ന് ചെയ്യുന്നു പറയുന്നു. അത് സ്വാഭാവികം. എല്ലാവർക്കും പേഴ്സണൽ പ്രിഫറൻസസ് ആൻഡ് ചോയ്സസ് ഉണ്ടല്ലോ. ഞാൻ കാണാറില്ല, ഞാൻ പണ്ടും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. ഷോയിന്റെ ചാം പോയോ ഇല്ലെന്ന് അറിയില്ല. ഐ തിങ്ക് ഞാൻ ചെയ്ത ലാസ്റ്റ് സീസണിലും അതിന്റെ ഇത്രയും കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഡിപ്രീസിയേഷൻ ഇല്ലേ, ചെറിയൊരു താഴ്ച, അതൊക്കെ മൊണോട്ടണസ് ആവുമല്ലോ. ഇത്രയും വർഷം പോയതുകൊണ്ട് ഞാൻ ചെയ്ത ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ നാച്ചുറലി ഒരു ആൾക്കാർ ടു യൂസ് ടു ഇറ്റ്, യുനോ. പക്ഷെ അത് സീസൺ 7 തുടങ്ങിയപ്പോൾ നാച്ചുറലി ഒരു ഫ്രഷർ ടീമിനെയും കൊണ്ടുവന്നു. ഫ്രഷർ എന്ന് പറഞ്ഞാൽ ആങ്കർ ഇല്ലാതെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദേ ഹാഡ് NG ശ്രീകുമാരൻ റിമി ആങ്കറി. എനിക്കതിൽ ഞാൻ ഏതിലോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് കുറച്ച് ഓക്വേർഡ്നെസ് ആസ് എ ഓഡിയൻസ്, ഒരു ഒപ്പീനിയൻ ഉള്ള ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ എനിക്ക് തോന്നി. പക്ഷെ ഐ തോട്ട് ദ കിഡ്സ് വർ റിയലി റിയലി ഗുഡ്. ബട്ട് നാച്ചുറലി ഇത്രയും നാളും കഴിഞ്ഞ് അത് വീണ്ടും വരുമ്പോൾ ആൾക്കാർ അത് some people were not happy, and I don't have an opinion on it here. ഞാൻ പറഞ്ഞു, at the end of the day ഇതൊക്കെ എനിക്ക് ജോലിയാണ്, നമുക്കൊക്കെ ജോലിയാണ്. എനിക്ക് ജോലിയാണ്, രമിക്ക് ജോലിയാണ്, അഞ്ജിക്ക് ജോലിയാണ്, അനുശേഷിക്ക് ജോലിയാണ്. ആൻഡ് അത് ഇപ്പൊ ഞാൻ ചെയ്ത സീസണിലും സം സീസൺസ് ആർ വെരി പോപ്പുലർ,
some seasons were not so popular. ഇപ്പോഴത്തെ സ്റ്റാർ സിംഗർ മേ ബി ഇസ് നോട്ട് പഴയ പോലെ പോപ്പുലർ അല്ല, അത് സത്യം. അതുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ അത് ചാനലിൽ ചോദിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തെങ്കിലും ഒരു കാലത്ത് രഞ്ജിനിയെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സമീപിച്ച് ഒരു ഇലക്ഷന് നിൽക്കാൻ പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുമോ രഞ്ജിനി? നിൽക്കുമായിരിക്കാം അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ ഞാൻ പൊളിറ്റിക്കൽ നിന്നാലും എന്നെ അവർ പെട്ടെന്ന് പുറത്താക്കും. അത് ഷുവറാണ്. നിൽക്കുകയൊക്കെ ചെയ്യും. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഈ സിനിമയിൽ അഭിനയിച്ചില്ലേ, അതുപോലെ ഒരു പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോ അതിനെ കുറിച്ച് പഠിക്കാം, എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്, അതിനെ കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ ആ വഴി പോകും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വിളിച്ചാൽ എനിക്ക് അന്ന് മൂടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ യെസൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എന്റെ ഒരു സ്വഭാവത്തിന് ഞാനൊരു ആഴ്ച അവിടെ സമയം എനിക്ക് തോന്നുന്നതാ. ഞാൻ എല്ലാം വെട്ടി തുറന്ന് പറയുമല്ലോ, അത് പറ്റൂലല്ലോ പൊളിറ്റിക്സിൽ. പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ പൂച്ചട്ടി എടുത്ത് ആരെങ്കിലും തലയിൽ അടിക്കുമോ? അത് മിക്കവാറും അത് എനിക്ക് ഞാൻ ഒന്നും അങ്ങോട്ട് പറയുന്നത് രണ്ടും കൂടെ പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ ആ മീറ്റിംഗ്. ഐ എം വെരി ഫ്രാങ്ക്. സോ എനിക്ക് എന്റെ ദ പ്രോബ്ലം ഇസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ there are a lot of different people coming together and പാർട്ടിയുടെ കുറെ ലോസും റൂൾസും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം അതിൽ ഏത് പാർട്ടിയുടെ റൂൾസ് ആണോ എന്റെ പേഴ്സണൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കൂടെ ഏറ്റവും മാച്ച് ചെയ്യുന്നു ആ പാർട്ടി ആയിരിക്കുമല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ. അതിപ്പോ ഏതാന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് പുതിയൊരു പാർട്ടി ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് പ്രോബ്ലംസ് വരും, മനസ്സിലായില്ലേ? പക്ഷെ ആ കോംപ്രമൈസ് ഇല്ലാതെ ഒരു കല്യാണത്തിൽ ഒരു കോംപ്രമൈസ് ഉള്ള പോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അങ്ങനെ കുറെ കോംപ്രമൈസ് വേണം. അതുകൊണ്ട് തന്നെ കല്യാണത്തിലേക്കും പോകുന്നില്ല, അവിടെ സക്സസ്ഫുൾ പൊളിറ്റിക്കൽ പാർട്ടി ഒട്ടും സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. പോളിറ്റിക്സ് is a very interesting people and നമ്മുടെ politics needs young blood. It definitely needs young blood. Opinionated ആയ ധൈര്യമുള്ള ആൾക്കാരെ പൊളിറ്റിക്സിന് ആവശ്യമാണ്. ഈ രണ്ട് സൈഡും എടുക്കുന്ന I'm not saying politics is full of people like that. What I'm saying is കുറെ കളത്തരങ്ങൾ നടക്കുന്നു എന്ന് വളരെ ഓപ്പൺലി നമുക്കൊക്കെ കാണാം. അതിന് അഗൈൻസ്റ്റ് പ്രതികരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് ആവശ്യം. അതിപ്പം നടക്കുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ ഇങ്ങനത്തെ ചോദിച്ചാൽ ഇന്നും നാളെ ചിലപ്പോൾ ഞാൻ പോകില്ല. ബട്ട് യു നെവർ നോ, ലൈഫ് ഇസ് വെരി ഫണി അല്ലേ. വളരെ ഒപ്പീനിയനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രഞ്ജിനി കുറച്ച് ദിവസം മുന്നേ സരിത എസ് നായറിനെ പിന്തുണച്ചു എന്ന് കേട്ടു. ഞാൻ പിന്തുണച്ചിട്ടൊന്നുമില്ല, അത് ഭയങ്കര കോമഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കാര്യം പറയും, അവർ വേറെ കാര്യം എഴുതും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ ചോദിച്ചത്. നന്നായി ആരെങ്കിലും രഞ്ജിനി സരിത എസ് നായറിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ആയിട്ട് ഞാനും കണ്ടു. ഞാൻ പേടിച്ചു. അപ്പൊ സരിതയുടെ അഗേൻസ്റ്റ് ഓഫ് ഫോർ ഒന്നും പറയാൻ എനിക്ക് അവരെ അറിയില്ല. ഞാൻ അവരെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ ഞാൻ ഒപ്പീനിയനേറ്റഡ് ആണ്. പക്ഷെ ഐ ഓൺലി ഹാവ് ഒപ്പീനിയൻസ് അബൌട്ട് തിങ്സ് ഐ നോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒപ്പീനിയൻ ഉള്ളൂ. ആൻഡ് ഇപ്പം വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ ഉണ്ട്. സരിതനെ കുറിച്ച് എനിക്ക് സരിതനെ അറിയില്ല. ഐ ഡോണ്ട് നോ ഹർ ടു ഹാവ് എൻ ഒപ്പീനിയൻ. എനിക്ക് അവരെ പേഴ്സണലി അറിയാമായിരുന്നെങ്കിൽ എനിക്ക് പറയാം. അതുകൊണ്ട് ഞാൻ അവർ നല്ലതാണോ ചീറ്റാണോ ഒന്നും പറയുന്നില്ല. ഓക്കെ, ന്യൂസിൽ കണ്ട സാധനം നിങ്ങൾ ഈ ടി വി കണ്ട കാര്യം മാത്രമേ എനിക്കും അവരെ കുറിച്ച് അറിയുള്ളൂ. എന്റെ അടുത്ത് ആ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചിരുന്നു, സരിത പൊളിറ്റിക്സിൽ വന്നാൽ രഞ്ജിനി വോട്ട് ചെയ്യുമോ? ഇതായിരുന്നു എൻ്റെ ഒരു ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം ഈ ഒരു ഇലക്ഷന് സരിത ഇലക്ഷന് വരരുത്. ബിക്കോസ് മാനസികമായി വളരെ ടോർച്ചേർഡ് ആയിരിക്കും അവർ, അല്ലെ? ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അവർ. ഇപ്പൊ നാച്ചുറലി അവർ ഒരു ഇലക്ഷൻ വന്നു നിന്നാൽ മാനസികമായി അവർ മെന്റലി ഒന്ന് സ്റ്റേബിൾ ആവണ്ടേ? വേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നാച്ചുറലി അവരുടെ ഡിസിഷൻസ് ചിലപ്പോൾ സെൻസിബിൾ ആവില്ല. ഏതൊരു സ്ത്രീയോ പുരുഷനോ ആയാലും നമ്മൾ അങ്ങനെയാണല്ലോ. പക്ഷെ അവർ ഫ്യൂച്ചറിൽ കുറെ വർഷം കഴിഞ്ഞ് അവർക്ക് ഇലക്ഷന് നിൽക്കണമെങ്കിൽ അവർക്ക് നിൽക്കാം. അന്ന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഉത്തരം. പിറ്റേ ദിവസം നെറ്റിൽ വന്നപ്പോൾ അവർ എഴുതിയത് രഞ്ജിനി ഹരിദാസ് സരിതയെ പിന്തുണച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആനേനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പൂച്ചേനെയാണ് ഇഷ്ടം എന്ന് ആൾക്കാർ എഴുതും. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ഇഷ്ടം പറയും, അവരെന്തായാലും എഴുതും. എനിക്ക് കുറച്ചുകൂടെ ടി വി സ്പേസും പേപ്പർ സ്പേസും തരും. എനിക്ക് തൊട്ട് മനസ്സിലാവുന്നില്ല. ബട്ട് അതുകൊണ്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാതിരിക്കുന്നുമില്ല. എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറയും എനിക്ക് മിണ്ടായിരുന്നത് എന്ന്. അതൊക്കെ എന്നെ വിളിക്കാതിരുന്നത്. ബട്ട് ഇഫ് യു ഗോണ കോൾ മീ ഐ ആം ഗോണ ടോക്ക്. ഓക്കേ, കേരളത്തിലെ സ്ത്രീകൾ കുറച്ചുകൂടെ ബോൾഡ് ആവണമെന്ന് രഞ്ജിനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് സോ. ബോൾഡ് ആവേണ്ട സാഹചര്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ സ്ത്രീ തീർച്ചയായിട്ടും ബോൾഡ് ആവുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ വളരെ ചെറുപ്പകാലത്ത് അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവർ സ്വന്തമായിട്ട് ജോലിയെടുത്ത് എത്രയോ സ്ത്രീകളെ എനിക്കറിയാം വളരെ ധൈര്യപൂർവ്വം. എത്രയോ അതും ഇന്നത്തെ ഇപ്പൊ കൊച്ചി പോലത്തെ സിറ്റിയിലൊക്കെ എവറിബഡി ഈസ് പാർട്ട് ഓഫ് ദാറ്റ്. പക്ഷെ കുറച്ചുകൂടെ ഈ പിന്നോക്കം വില്ലേജസിലൊക്കെ പോകുമ്പോൾ അവർ വളരെ ഡിപെൻഡന്റ് ആയിട്ട് വളർത്തുകയാണ്. 18 വയസ്സിലും 20 വയസ്സിലും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് ഒരു അമ്മയാവുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് വരാണ്. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറ്റുള്ള ആൾക്കാരുണ്ട്. സോ അവരുടെ സെൽഫായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് അവരെ ആ വഴി ആക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതേപോലത്തെ കുറെ സ്ത്രീകൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മോളെപ്പോലെ പ്രതികരിക്കാൻ അറിയില്ല. ബിക്കോസ് അവർക്ക് അതിന്റെ സാഹചര്യങ്ങൾ വേണ്ട, മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ വേറെ ആരും ഇല്ല. ഐ ഹാവ് ടു ടോക്ക് ഫോർ മൈസെൽഫ്.
എനിക്ക് ഒരു പറ്റിയ കാലം വരെ അമ്മയായിരുന്നു എനിക്ക് വേണ്ടി പ്രതികരിച്ചില്ല, മനസ്സിലായില്ലേ? ഷീ വാസ് ദ വൺ ഹു ടോക്സ് ടു മീ, ബട്ട് ഷീ ഈസ് എ വുമൺ ആസ് വെൽ. അമ്മയും ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നു, ബിക്കോസ് ഐ എം ദ സ്ട്രോങ്ങർ വൺ, അല്ലേ? എന്നറിയാം, ഞാനും വളർന്നു വന്നു. ഐ എം ഓൾഡ് ഇനഫ്. So I don't have anybody else to talk to me. I mean, and the brother is younger than me. He's studying. And everybody, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കണം. ഇപ്പൊ തെറ്റായ സ്ഥലത്ത് പോയി അടി ഉണ്ടാക്കാനല്ല പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. ഒരു ബസ്സിൽ നമ്മൾ സ്ത്രീകളുടെ സീറ്റിന് ആളുകൾ ഇരിക്കുകയാണെങ്കിൽ പോയി പറയും, മോനെ പെണ്ണുങ്ങളുടെ സീറ്റാണോ, ഒന്ന് എണീക്കോ, പോയി ചോദിക്കുക. ഒരു ആണ് നമ്മളെ തോണ്ടിയാ തിരിച്ചു ചോദിക്കുക, എന്താടാ വീട്ടിലെ പെങ്ങളും മാമയൊന്നും ഇല്ലേ, ചോദിക്കുക. പിന്നെ അത് ഒറ്റയ്ക്കൊരു റോട്ടിൽ 4-5 ചെക്കന്മാർ നമ്മുടെ പുറകെ നടത്താണെങ്കിൽ നമുക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് മണ്ടത്തിലായിരിക്കും, അല്ലെ? അപ്പൊ ഏറ്റവും അടുത്ത വീട്ടിൽ കയറി ചെല്ലാം, അവരെ ഹെൽപ്പ് ചോദിക്കുക. അപ്പൊ അവര് വീട്ടിലകത്ത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അടുത്തെങ്കിലും ഉടനെ പ്രശ്നം പറയാം. അങ്ങനത്തെ കുറെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം സഹിച്ച് വീട്ടിൽ ഭർത്താവ് ഭാര്യ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്ന് സംസാരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഒരു വീട്ടിൽ അടിയും തൊഴിയും കുത്തും ഒക്കെ കൊണ്ട് താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോ എല്ലാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. എത്രയോ ആൾക്കാർ എനിക്കറിയാം, എത്രയോ സ്ത്രീകൾ, വീട്ടുജോലിക്ക് എത്രയോ സ്ത്രീകൾ അവരുടെ ഹസ്ബൻഡ്സ് അവരെ പീഡിപ്പിക്കാറുണ്ട് വീട്ടില് കണ്ടുപിടിച്ച് വന്നിട്ട്. പക്ഷെ അവർ സഹിച്ച് പിറ്റേ ദിവസം രാവിലെ അവർ പിന്നെയും ജോലിക്ക് വന്ന് അവിടെ ബുദ്ധിമുട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കണ്ണുകൊണ്ട്. വൈ? റിയാക്ട് മാൻ, ഫയൽ എ കേസ്, ഗെറ്റ് ഔട്ട്. നോ. അപ്പൊ ഈ സോഷ്യൽ പ്രശ്നങ്ങളില്ലേ, എങ്ങനെ പ്രതികരിക്കും? ഡിവോഴ്സ്, ഭയങ്കര പ്രോബ്ലം, എല്ലാം പ്രോബ്ലമാണ് ലൈഫിൽ. ആ ഒരു ബോൾഡ്നെസ് സ്ത്രീകൾക്ക് വേണം. ഇന്ന് നമുക്ക് ജീവിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. ജോലികൾ നിരവധിയാണ്. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന ആൾക്കാരാണ് എല്ലായിടത്തും. യു ഹാവ് ടു. അത് സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും കേട്ടോ, അത് പുരുഷന്റെ കാര്യത്തിൽ അതേ പറയുള്ളൂ. പീഡിപ്പിക്കപ്പെടുന്ന കുറെ പുരുഷന്മാരുണ്ട്. എല്ലാവരും സ്ത്രീകൾ പ്രതികരിക്കണം എന്നല്ല, എല്ലാവരും അവരുടെ ഒരു കാര്യം ചോദിച്ചു വാങ്ങിക്കുന്നതിൽ, അല്ലെങ്കിൽ ചോദിക്കുന്നതിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നതിൽ എന്തിനാ വിഷമിക്കുന്നേ? മറ്റൊരാളെ വിഷമിക്കുക, ഗോൺ മാൻ. ആ സമയം ഇറ്റ്സ് ഓൾ ഗോൺ. എനിക്ക് വേണ്ടി എന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്റെ വീട്ടിലെ, പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ഒരു കുടുംബത്തില് ഏറ്റവും സീനിയറായ ആളായിരിക്കും എല്ലാവർക്കും വേണ്ടി ഡിസിഷൻ എടുക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഐ വുഡ് ലൈക്ക് ടു ഡിസൈഡ്. ഈ ഇടയ്ക്ക് നടന്ന ഒരു ഇന്റർവ്യൂല് രമേശ് പിഷാരടി രഞ്ജിനിയെ കുറിച്ച് പറഞ്ഞിരുന്നു, തനിക്ക് കൂവല് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇഫ് ദാറ്റ് മേക്സ് പീപ്പിൾ എന്റർടൈൻഡ്, രഞ്ജിനി വിൽ ഡു ദാറ്റ് എന്ന് ഞാൻ കേട്ടായിരുന്നു. അതെന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഇൻസിഡന്റ്? എന്തായിരുന്നു? ആ സ്റ്റേജ് ഷോയിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത്? No, it's all the time. എന്നെ കളിയാക്കാൻ വേണ്ടി മാരഡോണയുടെ ഫോട്ടോ ആയിട്ടോ, അല്ലെങ്കിൽ ഷാറുഖിന്റെ ഫോട്ടോ ആയിട്ടോ, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ സ്ഥാനോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഡയലോഗുമായിട്ട് ഇവർ വരും. ടിഷുവൊക്കെ അപ്പൊ എന്റെ അടുത്ത് വന്ന് ടിഷുവൊക്കെ നേരത്തെ വന്ന് പറയും, എന്തി ഞാൻ ഇങ്ങനെ ചെയ്താട്ടെ, അപ്പൊ വന്ന് ചോദിക്കും. I'm like, Tishu, you say what you want, മച്ചാനെ. ബാക്കി ഞാൻ കൗണ്ടർ തന്നോളാം സ്റ്റേജിലായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഐ തിങ്ക് ഏതോ ഒരു ഫിലിം, ഏതോ ഒരു അവാർഡ് ഭയങ്കര കയ്യടിയായിരുന്നു അതിന്, ടിഷുവിന്. ഐ തിങ്ക് ഏഷ്യാഡിഷിന്റെ അവാർഡ്സ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഏതോ ഈ മാരഡോണിനെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ, അതായത് ഞാൻ എന്തിനാ ഡാൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സാധനത്തിന് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ആ സാധനം ബാക്ക് സ്റ്റേജിൽ അങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് ചെയ്തതാണ്. അപ്പൊ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ ഞാൻ അതിന് ഭാഗമാണെന്ന്. വളരെ നാച്ചുറലി ഞങ്ങൾ അങ്ങ് ചെയ്തു. അപ്പൊ അവര് വിചാരിച്ചു ടിഷു വന്ന് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ പെട്ടുപോയത്. ബട്ട് ഇത് ഞങ്ങൾ ഫുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്ന് പ്രസന്റ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് ആൾക്കാർ എക്സൈറ്റഡ് ആവില്ലേ? എനിക്കറിയാം മാരഡോണയും എന്നെ കുറിച്ച് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കണം ടിഷു ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല, എവിടെ വന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഐ റിയലി ലൈക്ക് ഹിം. ഐ തിങ്ക് ടിഷു മാത്രമല്ല, എന്റെ സപ്പോർട്ട്, എന്റെ ഒരു സഹായം, അല്ലെങ്കിൽ എന്റെ ഒരു അഡീഷണൽ ആഡ് ഓൺ ആവശ്യമുള്ള ഏതൊരു പെർഫോമൻസിനും ഞാൻ കയറി ഹെൽപ്പ് ചെയ്യുക. എന്റെ സൈഡിൽ നിന്ന് അത് വാല്യൂ കൂട്ടുവാണെങ്കിൽ അതിപ്പോ ഇറ്റ് ഡസന്റ് മാറ്റർ, നോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ഓൾ എന്റർടൈനേഴ്സ്. ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വാട്ട് ഇഫ് ഐ കെയർ വെദർ പീപ്പിൾ അവർ ഇറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ് ദ പീപ്പിൾ എൻജോയ്. നമ്മുടെ കൂടെ ആ ഷോ അവര് വീട്ടിൽ പോയി ആലോചിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്യണം. അപ്പൊ അതിപ്പോ ഞാൻ എന്നെ തന്നെ കളിയാക്കി, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്നത് എന്റെ മലയാളത്തിനെ കുറിച്ച് തന്നെയാണ്, എന്റെ ഡ്രസ്സിനെ കുറിച്ച്. എന്നെ അത് ഹേർട്ട് ചെയ്യുന്നില്ല. ഒരുപക്ഷെ എനിക്ക് വന്ന് ആ ഒരു ക്ലിപ്പ് പുറത്ത് വന്നപ്പോ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോ രമേശ് പിഷാരടി കിട്ടിയ പണി, അല്ലെങ്കിൽ പിഷാരടി ചേട്ടൻ മേക്കിംഗ് ഫൺ ഓഫ് രഞ്ജിനി എന്നൊക്കെയാണ് പുറത്ത് വന്നത്. ഇന്ന് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇഫ് പീപ്പിൾ റീഡ് it's funny, right? It's very funny for me also. Even if it doesn't come out, it's not even a big deal, because as a person I will continue to do it because that's who I am. And it's I know, see, I owe my stage that much. എന്റെ ലൈഫിൽ എനിക്ക് എല്ലാം കിട്ടിയത് സ്റ്റേജിൽ നിന്നാണ്, അല്ലെ? The least I can do is give it something back. It is myself. I don't care, man. Again, ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം, എനിക്ക് ഞാൻ ആരാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്.
അപ്പോൾ മലയാളി FM-ലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് മഞ്ജീത്. മലയാളം FM-ലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഷോവിനും മഞ്ജീത്തിനും ശ്രോതാക്കൾക്കും എൻ്റെ വക ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻജോയ് ലൈഫ് മാൻ. വി ജസ്റ്റ് ഗോട്ട് വൺ ഓഫ് ഇറ്റ്. ഷുവർ. താങ്ക് യു. സോ ദാറ്റ് വാസ് രഞ്ജിനി ഹരിദാസ്. അതോടെ എനിക്ക് നിങ്ങളോടൊക്കെ വിട പറയാൻ നേരമായിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേഷൻ പ്ലേ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോൺ ഇൻ കോളറായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ എനിക്ക് ഇമെയിൽ അയയ്ക്കുക. എൻ്റെ ഇമെയിൽ ID is manjit@malayalifm.com. It's manjith@malayalifm.com. Thank you so much for listening. പക്ഷെ നിങ്ങളാരും ഞാൻ വെറും കൈയോടെ വിടുന്നില്ല. ഐ എം ലിവിങ് യു ഓൾ വിത്ത് ദിസ് വണ്ടർഫുൾ സോങ് ഫ്രം ദ മൂവി ചിത്രം. അതെ, നമ്മളെല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ലാലേട്ടൻ്റെ ചിത്രം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ്റെ ബ്ലോഗ് ചിലവരൊക്കെ ഹാക്ക് ചെയ്യുന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ്റെ കുറച്ച് ഫാൻസ് അവരുടെ സൈറ്റിൽ തിരിച്ച് നല്ലൊരു പണി കൊടുത്തെന്നാണ് കേൾക്കുന്നത്. ലാലേട്ടനോടാ കളിയല്ലേ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻജോയ്. സോ ഇനി കണ്ടുമുട്ടുന്നത് വരെ, കേട്ടുമുട്ടുന്നത് വരെ, ദിസ് ഇസ് മഞ്ജിത്ത് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.